അപ്പം ഞാനിവിടെ നിന്ന് മോൾക്ക് കൊണ്ടുപോകാനായിട്ട് വെജിറ്റബിളിൻ്റെ റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മസാലയൊക്കെ കൂടിയിട്ട് ഇട്ടിട്ടുള്ള റൈസാണ്. നമ്മുടെ തക്കാളി ഉണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, സവാളയുണ്ട്, പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലി, പിന്നെ ഒരു മുട്ട കുത്തിപ്പൊരിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് മസാല കൂടി ചേർത്ത് ഇതാക്കിയിട്ടാണ് ഞാനിന്ന് മോൾക്ക് ഉച്ചയ്ക്കുള്ള ടിഫിൻ കൊടുത്തയക്കാൻ പോകുന്നത്, ലഞ്ചിനുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. കാരണം നമ്മളിതിൽ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മസാല പൊടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കൂടി ആഡ് ചെയ്ത കാരണം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇതാണ് മോൾക്ക് കൊടുത്തയക്കുന്നത്. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ളത് നമ്മൾ രാവിലെ കറി വെള്ളക്കടല വെച്ചിട്ടുണ്ടായിരുന്നു പിട്ടലിക്ക്. അപ്പോൾ അതിരിക്കുന്നുണ്ട്. പിന്നെ ഈ കായ ഉപ്പേരി വെച്ചിട്ടുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്. പിന്നെ ഈ കായയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കായ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കായ വേവിച്ചതിന് ശേഷം ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് കടുക് പൊട്ടിച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. ഇത്രയാണ് ഈ കായ്ക്കുള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ ഒരിക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെളിയിടുന്ന സമയത്ത് വെറുതെ കായ ഇതേപോലെ വേവിച്ചിട്ട് കടുക് പൊട്ടിക്കും, ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട്, എന്നിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കുക. ചോറും വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ നല്ല ഇതാട്ടോ കഴിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കായ കഴിച്ചിട്ടുള്ളത്, ഉപ്പേരി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് അങ്ങനെ വെക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ ഊണ് ഇതാണ്. ഞാൻ കഴിക്കാൻ പോവാണ്.